ചെൽസി താരങ്ങളായ ലെവി കോൾവിലും റീസ് ജെയിംസും എൻസോ ഫെർണാണ്ടസും എല്ലാം നടത്തിയ പ്രസ്താവനകൾ മത്സരത്തിന് മുമ്പ്, ഫൈനൽ പോരാട്ടത്തിന് മുമ്പ്, ക്ലബ് വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരത്തിന് മുമ്പ് നടത്തിയ പ്രസ്താവനകൾ ചില ആളുകളിലേക്ക് നെറ്റി ചുളിപ്പിച്ചിരുന്നു. ഇവരെന്തിനാണ് ഇങ്ങനെ പ്രസ്താവനകളൊക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ വീമ്പിളക്കുന്നത് എന്തിനാണെന്നൊക്കെ ആയിരുന്നു ചോദ്യം. എന്തായാലും ചെൽസി മൈതാനത്ത് അത് പ്രകടമാക്കി ക്ലബ്ബ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എൻസോ മറസ്കയുടെ കീഴിൽ സീസണിലെ രണ്ടാമത്തെ ട്രോഫി, കോൺഫറൻസ് ലീഗിന് ശേഷം വേൾഡ് കപ്പ്, ക്ലബ്ബ് വേൾഡ് കപ്പും കൂടെ സ്വന്തമാക്കിയിരിക്കുന്നു ബ്ലൂസ്. അതും യൂറോപ്യൻ ചാമ്പ്യന്മാരായ, ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG-യെ 3-0 തകർത്ത് നേടിയ വിജയം എന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതം ഉളവാക്കുന്ന ഒരു വിജയം തന്നെയാണ് ചെൽസിയുടെ ഭാഗത്ത് നിന്ന്. അത്രയ്ക്കും മികച്ച രീതിയിലുള്ള ഒരു ടാക്ടിക്കൽ ബ്രില്യൻസ് ആണ് നമുക്ക് മൈതാനത്ത് കാണാൻ സാധിച്ചത്. കാരണം ടാക്ടിക്കൽ ബ്രില്യൻസിന്റെ ആശാന്മാരായ, അല്ലെങ്കിൽ PSG-യെ ഒന്നുമല്ലാതാക്കാൻ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നിലംപരിശാക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് 3 ഗോളുകൾ നേടാൻ ചെൽസിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് തന്നെ കളിയുടെ ഗതി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം തുടരെയുള്ള അറ്റാക്കുകൾ ചെൽസിയുടെ ഭാഗത്തു നിന്നുണ്ടായി. PSG ശരിക്കും ഒന്ന് വിരണ്ടുപോയി. കാരണം PSG-യുടെ ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടച്ച് മുതൽ അങ്ങ് ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു കൗണ്ടർ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് സ്റ്റൈല് ചെൽസി ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. ശരിക്കും വിറച്ചുപോയി. തുടക്കത്തിൽ തന്നെ നല്ലൊരു അവസരം കോൾ പാമറിന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ PSG-യുടെ ഒരു യൂഷ്വൽ ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയം ചെൽസി കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഫുൾ ബാക്കുകളെ പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യാൻ ചെൽസിക്ക് സാധിച്ചു. മലോ ഗുസ്തോയുടെ ഒക്കെ ഒരു പ്രകടനം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ ഒരിക്കലും ആ ഒരു പ്രകടനം ആ താരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും ന്യൂനോ മെൻഡസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വെറും കാഴ്ചക്കാരനാക്കി മാറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഗുസ്തോയുടെ ഭാഗത്ത് നിന്ന്. പിന്നെ ഈ ഒരു മത്സരത്തിൽ കോൾ പാമറാണ് താരം, നമുക്കറിയാം. 2 ഗോളുകൾ അടിച്ചു, 2 കിടിലൻ ഫിനിഷ്. അതുകൂടാതെ തന്നെ മൂന്നാമത്തെ ഗോള് ജാവോ പെദ്രോ നേടിയ ഗോളിന് അസിസ്റ്റ് നൽകി. അപ്പം അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇതിലൊരു സർപ്രൈസ് പാക്കേജ് എന്ന് പറയുന്നത് ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസ് തന്നെയായിരുന്നു. ആരും പ്രതീക്ഷിക്കാതെ എഴുതി തള്ളിയുന്ന, അല്ലെങ്കിൽ ടീമിലെ ഒരു വീക്ക് ലിങ്ക് എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന റോബർട്ട് സാഞ്ചസിന്റെ എനിക്ക് തോന്നുന്നു ചെൽസിക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറയേണ്ടി വരും. ഒരു പീറ്റർ ചെക്കിന്റെ പ്രേതം കൂടിയ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും റോബർട്ട് സാഞ്ചസിന്. 6 സേവുകളാണെന്ന് തോന്നുന്നു, 6 കിടിലൻ സേവുകൾ. അതിൽ തന്നെ 4 തകർപ്പൻ സേവുകളായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ പരമാവധി തിരിച്ചു വരാൻ PSG ശ്രമിച്ചു. അതിനുള്ള ചേഞ്ചസ് അവർ കൊണ്ടുവന്നു. അവർ അറ്റാക്കുകൾ നടത്താൻ തുടങ്ങി. പക്ഷേ ചെൽസി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. ആ ഒരു ഡിഫൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ശരിക്കും ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ റോബർട്ട് സാഞ്ചസ് വഹിച്ചു എന്നുള്ള കിടിലൻ സേവുകൾ നമുക്ക് കാണാൻ സാധിച്ചു. അത് മാത്രമല്ല, ആദ്യത്തെ ഗോളിനൊക്കെ വഴിവെച്ച ആ ഒരു ലോങ് ബോൾ, അപ്പൊ ആ രീതിയിൽ അറ്റാക്കിനെയും സഹായിക്കുന്ന രീതിയിലുള്ള, അതായത് PSG-യുടെ പ്രസ്സിംഗ് സ്റ്റൈലിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ PSG-യുടെ ആ ഒരു ഷോർട്ട് പാസസ് വഴിയുള്ള അറ്റാക്കിനെ പൂർണ്ണമായും മറികടക്കുന്ന രീതിയിലുള്ള ലോങ് ബോളുകളൊക്കെ റിലീസ് ചെയ്യാൻ റോബർട്ട് സാഞ്ചസിന് സാധിച്ചു എന്നുള്ളത്. അപ്പൊ PSG-യുടെ എന്താണ് യൂഷ്വൽ ഗെയിം പ്രെഡിക്റ്റബിൾ ആക്കി മാറ്റാൻ എൻസോ മറസ്കയ്ക്ക് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ 3 ഗോളുകൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് വിട്ടുകൊടുക്കില്ല, ഒരു ഗോൾ പോലും വഴങ്ങില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ കളിച്ചു എന്നുള്ളതാണ്. വിറ്റീനിയെയും നെവസിനെയും ഫാബിയാൻ റൂയിസിനെയൊക്കെ വെറും കാഴ്ചക്കാരാക്കി മാറ്റാൻ, പരമാവധി അവർക്ക് സ്പേസ് കൊടുക്കാതെ അവരെ ശരിക്കും ചോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ PSG-യുടെ ഡിഫൻസിനൊക്കെ സാധിച്ചു. മിഡ്ഫീൽഡിലാണെങ്കിൽ കൈസദോയുടെ ഒരു പെർഫോമൻസ് ഒന്നും പറയാനില്ല. കൈസദോയുടെ ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ആ ഒരു എനർജി, പ്രസ്സിംഗ്, ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു താരം കൈസദോ ആയിരുന്നു എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. കൈസദോ എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും PSG-ക്കെതിരെയുള്ള മത്സരത്തിൽ ചെൽസിയുടെ ഒരു റിസൾട്ട് എന്ന് മുമ്പ് തന്നെ എല്ലാവരും വിലയിരുത്തിയിരുന്നു. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ബീസ്റ്റ് മോഡ് പെർഫോമൻസ് ആണ് കൈസദോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എൻസോ മറസ്കയുടെ ചില പരീക്ഷണങ്ങൾ ശരിക്കും വർക്കൗട്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റീസ് ജെയിംസിനെ മിഡ്ഫീൽഡിൽ കളിപ്പിച്ച ആ ഒരു നീക്കം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഒരു എഡീഷണൽ പ്ലെയറെ ഡിഫൻസിനാണെങ്കിലും അറ്റാക്കിങ്ങിന്റെ ആ ഒരു ഏർലി ബിൽഡപ്പിനും ലഭിച്ചതുപോലെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ അതുകൂടാതെ തന്നെ മലോ ഗുസ്തോയെയും കുക്കുറയെയും അവരുടെ ആ ഒരു ഫ്ലോയിൽ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 സെന്റർ ബാക്കുകളുടെ പെർഫോമൻസ്, ചലബയും ലെവി കോൾവിൽ തിരിച്ചെത്തി ഗംഭീര പെർഫോമൻസ് ചലബയ്ക്കൊപ്പം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം മാറ്റങ്ങളെല്ലാം PSG-യെ ശരിക്കും ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ കോൾ പാമർ റൈറ്റ് വിങ്ങിൽ കളിച്ചു, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ എൻസോ ഫെർണാണ്ടസ് ഇറങ്ങി. അപ്പൊ ഇതെല്ലാം വലിയ കൺഫ്യൂഷൻസ് ആണ് PSG-ക്ക് ഉണ്ടാക്കിയത്. PSG-യുടെ ഒരു പ്രെഡിക്റ്റബിൾ
ഗെയിമിലേക്ക് കാര്യങ്ങൾ പോയില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ ഇതുവഴി സാധിച്ചില്ല. ഏർലി മിനിറ്റ്സിൽ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ മറസ്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച് ചെൽസി സീസണിലെ രണ്ടാമത്തെ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കാരണം അടുത്ത പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ചെൽസിയുടെ ഭാഗത്ത് നിന്നൊരു വേറെ ലെവൽ പ്രകടനം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു അനാലിസിസ് ഒന്നും അല്ല, അതിനുള്ള സമയമായിരിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും നെക്സ്റ്റ് സീസൺ, അതായത് വരുന്ന സീസൺ, അപ്കമിങ് സീസണിൽ ചെൽസി ശരിക്കും ടൈറ്റിൽ കണ്ടന്റേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ എന്തായാലും നമുക്കിതിനായി കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു PSG-ക്കെതിരെയുള്ള ചെൽസിയുടെ പ്രകടനത്തെ? നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെൽസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന്? എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിരുന്ന PSG-യുടെ ഒരു ഈസി വിന്നൊക്കെ ആയിരുന്നു. അപ്പം ആ രീതിയിലുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിച്ച അവസ്ഥയിൽ നിന്നാണ് ചെൽസി 3-0 ഫൈനലിൽ മത്സരം സ്വന്തമാക്കിയിരിക്കുന്നത്. 33% പൊസഷൻ വെച്ച്, പൊസഷനിലല്ല കാര്യം, ഗോളടിക്കാൻ ആണ് പ്രധാനമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ചെൽസി ഈ ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ചെൽസിയുടെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.